ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ചെയ്യില്ലെന്ന് വിചാരിച്ചൊരു വീഡിയോ ആണിത്. പക്ഷേ എനിക്കിത് ചെയ്യേണ്ടി വന്നു ബിക്കോസ് എൻ്റെ പേര്, എൻ്റെ വോയിസ് ഇതിൽ വന്നിട്ടുണ്ട്. അതായത് ലൈഫ് ഓഫ് അനന്തു എന്ന് പറയുന്ന ആൾ ഇന്നലെ പുള്ളിയുടെ വീഡിയോയിൽ എൻ്റെ വോയിസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ പുള്ളി അതിൻ്റെ അകത്ത് ലാസ്റ്റ് പറയുന്നുണ്ട്, ഇത് നിൻ്റെ വോയിസ് അല്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ബാക്കിയും കൂടെ തെളിയിക്കാം. ഞാൻ ഒരിക്കലും അങ്ങനെ പറയത്തില്ല. അതെൻ്റെ വോയിസ് തന്നെയാണ്, ഞാൻ തന്നെയാണ് സംസാരിക്കുന്നത്. ആൻഡ് ഓൾസോ ഇത് വേറെ കുറേ പേര് ഇട്ട് ഞാൻ കണ്ടു. അത് കൂടാണ്ട് ട്രോൾസിൻ്റെ ഇതിൽ എൻ്റെ എക്സിൻ്റെയും ഷമീറിൻ്റെയും ഫോട്ടോ വെച്ചിട്ട് ഇവർ ഗേ ആന്ന് പറഞ്ഞ് എൻ്റെ വോയിസ് കൊടുത്ത് എൻ്റെ മീമൊക്കെ ഞാൻ കണ്ടു. അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. എനിക്ക് അതിനെപ്പറ്റിയൊന്നും പറയാൻ താല്പര്യമില്ല, ഒന്നും സംസാരിക്കാൻ താല്പര്യമില്ലാത്തൊരു വിഷയമായിരുന്നു. പക്ഷേ ഇതിൽ എന്നെ മനഃപൂർവ്വം വലിച്ചിട്ട് ഡ്രാഗ് ചെയ്യുവാണ്. ഞാൻ അനന്തുവിൻ്റെ അടുത്തും പറഞ്ഞായിരുന്നു എൻ്റെ വോയിസ് ഇടരുത് എന്ന് വെച്ച്. എൻ്റെ വോയിസ് റെക്കോർഡ് ചെയ്ത കാര്യം ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല. ഞാൻ അനന്തുമായിട്ട് സംസാരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാനും അനന്തും തമ്മിൽ ഒരു ലോഡ് പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ഐ അപ്പോളജൈസ്, ഞാൻ സോറി പറഞ്ഞ് സംസാരിച്ച് സോർട്ട് ചെയ്യുന്ന ദിവസമാണ് വെരി കോമൺ ആയിട്ട് എൻ്റെ വയതിനായത് പറയുന്നത്. പറയണ്ടെന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഈ കാര്യം അറിയുന്നത് എൻ്റെ ലൈഫിൽ 3 വർഷമായി ഈ സംഭവം നടന്നിട്ട്. 3 വർഷം മുന്നത്തുള്ള കാര്യമാണ്. അപ്പോൾ ഈ കാര്യം അറിയുന്നത് മേ ബി വിരലിൽ എണ്ണാവുന്ന ആൾക്കാർ കഴിയും, 5 or 6 പീപ്പിൾ. അതിൽ തന്നെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സിൽ ആകെ അറിയുന്നത് സായിക്കായിരിക്കും. സായി കഴിഞ്ഞ് വേറെ ആർക്കും അറിയത്തില്ല. ബിക്കോസ് എനിക്ക് ഇൻഫ്ലുവൻസേഴ്സിന് ഒന്നാമത്തെ വിശ്വാസമില്ല. ഞാൻ പറയില്ലെന്ന് പറയുന്ന കാര്യങ്ങൾ ആൾക്കാർ ഒന്ന് പറയും, ഞാൻ പറയുന്ന കാര്യങ്ങൾ ആൾക്കാർ പറയത്തുമില്ല. ഒരിക്കലും നിങ്ങൾ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ വിശ്വസിച്ച് ഈ കോടതി എന്ന് പറഞ്ഞ് ഇൻസ്റ്റയിൽ നടക്കുന്ന ഒരുത്തനെയും വന്ന് പോയി വിശ്വസിക്കരുത്. അവരൊന്നും നോ, ദേ ആർ ഡൂയിങ് ഇറ്റ് ഫോർ കണ്ടന്റ്. അപ്പോൾ ഇതിൽ കുറച്ച് ഞാൻ ഇത് കൊടുക്കുന്നത് സായിക്കാണ്. സായിയുടെ അടുത്ത് പറയില്ലെന്ന് പറഞ്ഞാൽ സായി ഇത്ര നാളുടെ ആ കാര്യം പറഞ്ഞിട്ട് പോലുമില്ല. സായി ഇത് ചെയ്തിട്ടുമില്ല. ആൻഡ് ഷമീറിനെ എക്സ്പോസ് ചെയ്യുന്ന വീഡിയോയിൽ പോലും സായി എൻ്റെ വോയിസോ കാര്യങ്ങളോ ഒന്നും വെച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അനന്തു ഞാൻ അറിയാണ്ട് റെക്കോർഡ് ചെയ്ത് വോയിസിൻ്റെ കാര്യം എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അനന്തു എൻ്റെ വോയിസ് ഇതിൽ ഇടല്, എനിക്കിതിൽ ഇടപെടാൻ താല്പര്യമില്ല. പക്ഷേ ഷമീർ പോയി ചൊറിഞ്ഞ് എരന്ന് വാങ്ങിച്ചു. കാരണം ഞാൻ ആ ലൈവ് കണ്ടായിരുന്നു. ഷമീർ അപ്പോൾ പുള്ളീനെ കുറേ എന്തൊക്കെയോ പറയുന്നുണ്ട്, അതുകൊണ്ട് എരന്ന് വാങ്ങിച്ചതാണ്. ഞാൻ ഷമീറിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ചൊറിയാൻ നിൽക്കരുത്, നിനക്ക് കിട്ടുമെന്ന്. പക്ഷേ ഷമീർ കേട്ടില്ല. ആൻഡ് ക്ലിയർലി ഞാൻ ഷമീറിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, ഞാൻ ഇതൊക്കെ പുള്ളിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കിത് അതിശയമൊന്നുമില്ല. പിന്നെ ഇത് ഓൾറെഡി ഇത് കാണുന്ന പുതിയ ആൾക്കാർക്ക് അയ്യോ ഇവർ തമ്മിൽ അങ്ങനെയോ ഇവരെങ്ങനെയോ അതെന്താ അതെങ്ങനെ എന്ന് വിചാരിക്കുമായിരിക്കും. പക്ഷേ എനിക്കിത് വെരി നോർമലാണ്. ബിക്കോസ് 3 വർഷമായി ഞാൻ അവിടെ ജീവിച്ച ഒരാളാണ്. ഓൾമോസ്റ്റ് 1 ഇയർ ഞാൻ കണ്ടിട്ടുണ്ട് അവിടുത്തെ കാര്യങ്ങൾ. എനിക്ക് ഈ നിങ്ങൾ കാണുന്നതിലും ഇപ്പോഴും നിങ്ങൾ കാണുന്നതിലും കേൾക്കുന്നതിലും ഒരുപാട് മുന്നോട്ടേക്ക് ഞാൻ എത്തിപ്പോയിട്ടുണ്ട്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം, ഒരുപാട് കാര്യത്തിൻ്റെ പ്രൂഫും കാര്യങ്ങളും ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ എനിക്ക് ആ സർക്കിളിലോ ആ പ്രശ്നത്തിലോ ഇടപെടാൻ താല്പര്യമില്ല. ആൻഡ് ഓൾസോ ഞാൻ ഷമീറിനെ കണ്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ. അതായത് അനന്ത് വീഡിയോ ഇടുന്നതിന് മുന്നേ, അനന്ത് വീഡിയോ ഇടുന്നത് ഞാൻ കാണുന്നത് ഷമീറിനെ കണ്ട് വീട്ടിൽ വന്ന് ഞാനിങ്ങനെ ചായയൊക്കെ കുടിച്ച് റസ്ക് കഴിഞ്ഞപ്പോഴാണ് വാവ് ഫസ്മിനയുടെ വോയിസുകൾ എന്ന് പറഞ്ഞ ആ വീഡിയോ ഞാൻ കാണുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി, തീരുമാനമായി. ഓക്കെ, ഷമീറിനെ കാണുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കുന്നത് ഷമീറിനെ എപ്പോഴും കാണുന്നത്. ഞാൻ ഷമീറിനെ കാണുന്നത് 1.5 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ നേരിട്ട് കാണുന്നത്. അത്ര നാളുടെ ഞാൻ കണ്ടിട്ടില്ല. കോണ്ടാക്റ്റ് പോലും ഒട്ടുമില്ല. ഈ പ്രശ്നം വന്നപ്പോഴാണ് കോണ്ടാക്റ്റ് വന്നത്. അതിന് മുന്നേ കോണ്ടാക്റ്റ് ഇല്ല, ഒന്നുമില്ല. സോ ഷമീറിനെ കണ്ടു. ഷമീർ വ്ളോഗ് എടുത്തോട്ടെ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. ബിഫോർ കാണുന്നതിന് മുന്നേ ഞാൻ വ്ളോഗ് എടുത്തോന്ന് പറഞ്ഞു. 15 മിനിറ്റ് കണ്ടിട്ടുണ്ടാവും. ഒരു ചായക്കടയിൽ നിന്ന് കണ്ട് ചായ കുടിച്ചു, തിരിച്ചു വന്നു. കൂടെ ഒരു ക്യാമറമാൻ ഉണ്ടായിരുന്നു, അവൻ്റെ കൂടെ പിന്നെ ഒരു ട്രേഡിങ് ചെയ്യുന്ന ഒരു ചെക്കൻ ഉണ്ടായിരുന്നു. കണ്ടു, സംസാരിച്ചു. അപ്പോൾ ഈ കണ്ട് സംസാരിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും ഐ ആം വെരി ഹാപ്പി. ഞാൻ ചിരിച്ചോണ്ടാണ് സംസാരിക്കുന്നത്. അപ്പം അനന്തുവിൻ്റെ വീഡിയോ കണ്ടിട്ട് വ്ളോഗ് ഇറങ്ങിയിട്ടില്ല ഇതുവരെ, ഷമീറിൻ്റെ വ്ളോഗ് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ വ്ളോഗ് വരുമ്പോഴത്തേക്കും നിങ്ങൾ വിചാരിക്കും എക്സിൻ്റെ കൂടെ ഇങ്ങനെയുള്ള ഒരാൾ എക്സുമായിട്ട് ഇങ്ങനെ ബന്ധമുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ട് ആ ആളായിട്ട് എങ്ങനെ സംസാരിക്കുന്നത്, നിങ്ങൾക്കത് വാട്ട് ഈസ് റോങ് വിത്ത് ദിസ് വുമൺ എന്ന് തോന്നും. പക്ഷേ ഐ എം വെരി പ്രാക്ടിക്കൽ ബിയോണ്ട് ദാറ്റ്. ഷമീർ എൻ്റെ എക്സ് അല്ല, ഷമീർ ഇസ് ജസ്റ്റ് മൈ ഫ്രണ്ട്. ആൻഡ് എക്സിൻ്റെ കാര്യം ഞാൻ വിട്ടിട്ട് കുറേ നാളായി. ഐ ഹാവ് മൂഡ് ഫോർവേഡ് ടു മച്ച് ഇൻ മൈ ലൈഫ് അല്ലേ. അത് കഴിഞ്ഞ് കുറേ മുന്നോട്ടേക്ക് പോയി. അപ്പം ഞാൻ ഇപ്പോഴും അവനോട് ആ ദേഷ്യം വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് ഇറ്റ്സ് ഓവർ, ഇറ്റ്സ് ഡൺ. ഞാൻ മരിക്കുന്നവരെ ഷമീറിനോട് അയ്യോ ഷമീർ അന്ന് അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞ് എനിക്ക് ദേഷ്യം വെക്കേണ്ട കാര്യമില്ല. ഓക്കെ, സോ ഷമീറായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു. ആ പ്രശ്നം അവൻ ഗൾഫിൽ പോയി എല്ലാം തിരിച്ചു വന്നു കഴിഞ്ഞ് വി വെർ നോട്ട് ഇൻ കോണ്ടാക്ട്. ആ കാര്യങ്ങളൊക്കെ വിട്ട് അതങ്ങനെ തീർന്നു. പിന്നെ ഇപ്പോൾ ഈ പ്രശ്നം വന്നപ്പോൾ കോണ്ടാക്ട് കീപ്പ് ചെയ്തെന്നല്ല, കോണ്ടാക്ട് വന്നു, സംസാരിച്ചു. സോ അത്രേ ഉള്ളൂ. അതുകൊണ്ട്
ആ വീഡിയോയിൽ വ്ളോഗിൽ ഫുൾ അവൻ ഇടുമെന്നൊന്നും എനിക്കറിയത്തില്ല. അതിൽ ഞാൻ പറയുന്നുണ്ട് ഇപ്പോൾ പറയുന്ന കാര്യങ്ങളൊക്കെ കള്ളമാണ്. അതൊരിക്കലും ഈ അനന്തുവിൻ്റെ വീഡിയോയിൽ വന്ന വോയിസും ഇതുമായിട്ട് നിങ്ങൾ മിക്സ് ചെയ്യരുത്. ഷമീറിനോട് ഞാൻ കള്ളം എന്ന് പറയുന്നത് എൻ്റെ എക്സിൻ്റെ കാര്യങ്ങളാണ്. അതായത് എക്സിനെ ഇപ്പോഴും പൊക്കി പിടിച്ച് നടക്കുന്ന ആൾക്കാർ, എക്സ് എ ആന്ന് പറയുന്നത്, പിന്നെ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളാണ് ഞാൻ കള്ളങ്ങൾ എന്ന് പറയുന്നത്. അല്ലാണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ വോയിസ് കള്ളമെന്ന് ഒരിക്കലും എവിടെയും പറയത്തില്ല, ഞാൻ ഇനിയും പറയത്തില്ല. എൻ്റെ വീഡിയോയിൽ ഞാൻ തന്നെ പ്രഖ്യാപിക്കുന്നു, ഇറ്റ് ഈസ് മൈ ഓൺ വോയിസ്, ഞാൻ തന്നെ സംസാരിച്ച കാര്യമാണ്. എൻ്റെ കൺസെൻറ്റ് റെക്കോർഡ് ചെയ്യുമ്പോൾ ഇല്ലാന്നേ ഉള്ളൂ. പക്ഷേ യാ, അത് പുറത്ത് വന്നു, ദാറ്റ് ഈസ് ഓക്കെ. സോ ഞാനതൊരിക്കലും എവിടെയും മാറ്റി പറയത്തില്ല. ആൻഡ് ഇത് ഫസ്റ്റ് തന്നെ സായി ഇട്ടായിരുന്നു. സായി ഫസ്റ്റ് ഇട്ടപ്പോൾ ഞാൻ റെസ്പോണ്ട് ചെയ്തില്ല, ബിക്കോസ് സായിയിൽ വോയിസ് ഒന്നും ഇട്ടില്ല. ഞാൻ പറഞ്ഞു, ഞാൻ വിചാരിച്ചു പോട്ടെ, ഇതിൽ ഇടപെടണ്ട. ആൻഡ് ഓൾസോ ഷമീറിൻ്റെ ഇത് സംസാരിച്ചപ്പോഴും ഷമീറിൻ്റെ പെങ്ങളുടെ കല്യാണമാണ്, മറ്റതാണ് മറിച്ചാണ്, ഷമീറിന് കുറേ പ്രശ്നങ്ങളുണ്ട്, അപ്പം ഞാനിതിൽ ഇൻവോൾവേ ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. രണ്ടാമതാണ് എന്തൊരു വീഡിയോ ഇട്ടു, അതിലെൻ്റെ വോയിസ് ഇല്ലാണ്ട് ഞാനിങ്ങനെ സംസാരിച്ചെന്ന് പറയുന്നുണ്ട്. അപ്പോഴും എൻ്റെ കമൻസിൽ വന്നിട്ട് കുറേ പേര് പറഞ്ഞു അടുക്കളയിൽ എന്തായിരുന്നു പരിപാടി, അത് ഇതെന്ന് കമൻസ് വന്നിട്ട് ഞാൻ മൈൻഡ് ആക്കാണ്ട് വന്നു. പക്ഷേ ഇത് മൂന്നാമത് എൻ്റെ വോയിസ് വന്നുകൊണ്ടാണ് ഞാൻ ഒഫീഷ്യലി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ ഈ വിഷയത്തിൽ സംസാരിക്കുന്ന ആളല്ല. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഐഡലൈസ് ചെയ്ത് നിങ്ങൾ മഹാനായിട്ട് കാണുന്ന എല്ലാവരും മഹാന്മാരല്ല. ഈ ക്യാമറ ഓഫ് ചെയ്താൽ ചെറ്റകളായി ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഓൺ ക്യാമറ ഞാൻ പറയുവാണ്, ചെറ്റകളായി ജീവിക്കുന്ന ഇഷ്ടംപോലെ ഇൻഫ്ലുവൻസേഴ്സിനെ എനിക്കറിയാം. ആൻഡ് നിങ്ങൾ എന്താ എനിക്കതിന് പറയേണ്ടതെന്ന് അറിയത്തില്ല. നിങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് കണ്ടുവരുന്ന ഒരു ഇമേജ് ഉണ്ടായിരിക്കും, നിങ്ങൾ ഇവർ അടിപൊളിയാണ്, എനിക്ക് വലുതാകുമ്പോൾ ഇവരെ പോലെ ആവണം, ഇവരെ പോലെ സ്ട്രീം ചെയ്യണം, അല്ലെങ്കിൽ ഇവരെ പോലെ വീഡിയോസ് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർ അങ്ങനെ ആയിരിക്കില്ല ഒറിജിനലി. അവർ വളരെ സാധു എന്നല്ല, അവർ വളരെ നോർമൽ പേഴ്സൺ ആണ്. നമ്മളെല്ലാവരും നോർമൽ ആൾക്കാരാണ്. സോ ഇവർക്ക് വേറൊരു ഇമേജ് ഉണ്ടായിരിക്കും, ഇവർ തെറ്റുകൾ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ നിങ്ങൾ ഈ തെറ്റുകൾ അറിയുമ്പോഴത്തേക്കും നിങ്ങൾക്കത് ഉൾക്കൊള്ളാനുള്ളൊരു കഴിവെന്താ ദൈവം തരാത്തതെന്ന് ആലോചിക്കുന്നത്. കോമൺ സെൻസ്, ബുദ്ധി എന്ന് പറയുന്നൊരു സാധനം ഇല്ലാത്ത ഇഷ്ടം പോലെ മനുഷ്യന്മാരുടെ ഇടയിലാണ് ജീവിക്കുന്നതെന്ന്. ഇറ്റ്സ് വെരി പാത്തറ്റിക്. ലൈക്ക് നമ്മൾ മഹാനായിട്ട് കാണുന്ന ഒരാൾ തെറ്റ് ചെയ്തെന്ന് ചൂണ്ടിക്കാണിച്ച് നമ്മൾ തെളിവ് കാണിച്ചാൽ പോലും നിങ്ങളാരും വിശ്വസിക്കത്തില്ല. ബിക്കോസ് എന്തുകൊണ്ടാണ്? നിങ്ങൾ അവരെ അടിപൊളിയായിട്ട് കണ്ടു, നിങ്ങൾക്ക് അവരെ അങ്ങനെ കാണാനും നിങ്ങളുടെ ബ്രെയിനിൽ അത് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുക. നോ, അങ്ങനെ അല്ല. നിങ്ങൾ മോശം എന്ന് വിചാരിക്കുന്ന ആൾക്കാർ നല്ലതായിരിക്കും, നിങ്ങൾ നല്ലതെന്ന് വിചാരിക്കുന്ന ആൾക്കാർ മോശമായിരിക്കും. നിങ്ങൾക്ക് ഒരാൾ ഇപ്പം എന്നെപ്പറ്റി ഇഷ്ടം പോലെ കാര്യങ്ങൾ ഞാൻ കേൾക്കാറുണ്ട്. ഓക്കെ, എൻ്റെ ഫ്രണ്ട്സ് തന്നെ ഒന്ന് പറയും, എടി നിന്നെപ്പറ്റി അവരങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. ഐ ആം ലൈക്ക്, എന്നെപ്പറ്റി ഒരു ഇതും ഇല്ലാത്ത ഒരാൾ വന്ന് എന്തെങ്കിലും പറയുന്നതിന് വൈ ഷുഡ് ഐ ബി ബോതേർഡ്? എൻ്റെ അടുത്ത് എല്ലാവരും ചോദിക്കും കമൻസ് കാണുമ്പോൾ വിഷമമല്ല. എന്തിന് വിഷമിക്കണം? എന്നെ അവർക്ക് അറിയത്തില്ല, എന്തിന് എൻ്റെ ഫുൾ നെയിം എന്താണെന്ന് പോലും അറിയത്തില്ലായിരിക്കും. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഊള വന്ന് നമ്മളെപ്പറ്റി പറയുന്നതിന് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. അതിപ്പോൾ ഞാനൊരു നല്ല ഇമേജ് കീപ്പ് ചെയ്ത് ലൈവൊക്കെ ചെയ്ത് അല്ലെങ്കിൽ വീഡിയോസൊക്കെ ചെയ്ത് പാവങ്ങളൊക്കെ സഹായിക്കുന്ന പോലെ ക്യാമറ കാണിച്ച് ക്യാമറ ഓഫ് ചെയ്ത് പച്ചത്തെറിയ പറയുന്നെങ്കിൽ വാട്ട് ഈസ് ദ യൂസ് ബ്രോ? നമ്മൾ ഒറിജിനലായിട്ട് നിന്നാൽ പോരെ? അപ്പോൾ നിങ്ങൾ കണ്ണും പൂട്ടി ആരെയും വിശ്വസിക്കാണ്ടിരിക്കുക. ആൻഡ് ഡോണ്ട് ഗെറ്റ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സിന് ടാഗ് ചെയ്യുന്ന ആൾക്കാർ, ഞാൻ ഉൾപ്പെടെ. നിങ്ങൾ ഒരിക്കലും ഇതൊന്നും കണ്ട് വളരരുത്. ലോട്ട് ഓഫ് വുമൻസ് സേ ഹസ്ബൻഡിനെ എക്സ്പോസ് ചെയ്തോലെ ഹസ്ബൻഡിനെ എനിക്ക് എക്സ്പോസ് ചെയ്യണം. നോ, ഡോണ്ട് ഡൂ ദാറ്റ്. അത് കണ്ട് ഒരിക്കലും നിങ്ങൾ ഇൻഫ്ലുവൻസ് ആവരുത്. ചിലതൊക്കെ ഗതികേട് കൊണ്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, യു ഹാവ് ബെറ്റർ ഓപ്ഷൻസ്, ഡൂ ദാറ്റ്. ഒരിക്കലും എന്നെ പോലെ ഒന്നും ആവരുത് പ്ലീസ്, അത്ര എനിക്ക് പറയുള്ളൂ. വേറെ ആൾക്കാരെ പോലെ ആവരുത്. നിങ്ങൾക്കൊരു നല്ല ലൈഫുണ്ട്, നന്നായിട്ട് ജീവിക്കുക. ചൂസ് എ ബെറ്റർ കരിയർ, ചൂസ് എ ബെറ്റർ ഓപ്ഷൻ, ലീവ് എ ഗുഡ് ലൈഫ്, ബി ഹാപ്പി. ആൾക്കാരെ പറ്റി കുറ്റം പറയാണ്ടിരിക്കുക. ആൻഡ് ഓൾസോ എൻ്റെ മര്യാദ കൊണ്ടാണ് ഞാൻ ഇത്രയും നാളും ഇത്രയും സൈബർ ബുള്ളിങ് ഏറ്റെടുത്തിട്ടും ഞാൻ എവിടെയും വന്ന് എൻ്റെ എക്സിനെ പറ്റി പറയാണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഒമേഗൾ റെക്കോർഡിങ് ചെയ്യുന്ന സമയത്ത് ഒരു ചെക്കൻ എന്നെ കണ്ടു കിടന്ന് പറഞ്ഞു, ഇത് തൊപ്പീനെ മറ്റേ വെച്ചവളല്ലേ, എടിവേ, ഇങ്ങനത്തെ പറഞ്ഞു. ഹി മസ്റ്റ് ബി 17 or 16. അതിൻ്റെ ക്ലിപ്പ് എൻ്റെ കയ്യിലുണ്ട്, ഞാൻ അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഐ വാസ് റെക്കോർഡിങ്. ഞാനതിവിടെ കൊടുക്കുന്നില്ല ബിക്കോസ് ഹീസ് എ മൈനർ. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ആൾക്കാരെ നമ്മൾ കാണുന്ന ഒരു ഇമേജ് എന്ന് നിങ്ങൾ ആലോചിക്കണം. ഞാൻ തേച്ചിട്ട് പോയി, ഞാൻ പറ്റിച്ചു, ഞാൻ ഇതാക്കി. യു ഡോണ്ട് നോ ദ റിയൽ സ്റ്റോറി. ഞാൻ അന്നും പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അറിയുന്ന കാര്യങ്ങൾ കൊണയ്ക്കുക. പച്ച മലയാളത്തിൽ പറയുക, അറിയുന്ന കാര്യങ്ങൾ കൊണയ്ക്കുക. അറിയാത്ത കാര്യങ്ങൾ അറിയില്ലെങ്കിൽ വാ അടച്ച് മിണ്ടാണ്ട് കണ്ടുകൊണ്ട് നിൽക്കുക. അത് വെറുതെ ഒരാളെ കയറി ചൊറിയാനോ അവരെ പറ്റി പറയാനോ കമൻസ് പാസ് ചെയ്യാനോ പോരുത്. ഓക്കെ, അത്രേ എനിക്ക് പറയാനുള്ളൂ.
ഞാൻ ആരെയും തേച്ചിട്ടില്ല, പണ്ടും തേച്ചിട്ടില്ല, ഇപ്പോഴും തേച്ചിട്ടില്ല, ഞാൻ ആരെയും തേച്ചിട്ടില്ല. ബട്ട് ഐ ഗെറ്റ് ദ ടാഗ് തേപ്പുകാരി, പോക്കേഴ്സ്, ഐ ഡോണ്ട് നോ. നിങ്ങൾക്ക് എന്ത് തേങ്ങ അറിഞ്ഞിട്ടാണ് നിങ്ങളൊക്കെ വിളിക്കുന്നത് എനിക്കറിയത്തില്ല. ഞാൻ എന്താ മദർ തെരേസയോ? ഒരു റിലേഷൻ എന്നെ പറ്റിച്ചിട്ട് പോയാൽ ഞാനങ്ങ് കുഴിയിലോട്ട് സെയിൻറ്റ് ഫസ്മിനായിട്ട് കുഴിയിലോട്ട് പോകണം എന്നുള്ള രീതിയിലാണ് നിങ്ങൾക്ക് എന്നെ കാണുന്നത്. ഐ കാൺ ബി ഇൻ എ റിലേഷൻ ലൈക്ക് വാട്ട് ദ കമ്മ്യൂണിറ്റി ഗൈഡ്ലൈൻ. സോ അത്രേ ഉള്ളൂ. ഞാൻ ആരും തേച്ചിട്ടില്ല, ഞാൻ ആരും പറ്റിച്ചിട്ടില്ല, ഞാൻ ആരുമായിട്ട് അടുക്കളയിൽ ഒരു പരിപാടിക്കും പോയിട്ടില്ല. അപ്പം അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ചെയ്തുകൊണ്ടാണ് ഞാൻ എൻ്റെ എക്സിനെ ഒഴിവാക്കിയത്. എക്സിനെ ഒഴിവാക്കാൻ വളരെ അക്യുറേറ്റ് ആയിട്ടുള്ള റീസൺ എൻ്റെ കയ്യിലുണ്ട്. ഞാനതിപ്പോഴും എൻ്റെ മര്യാദ കൊണ്ട് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്കൊരു 20% അറിയാം, എനിക്കൊരു 80% റീസൺസ് ഉണ്ട് വിത്ത് പ്രൂഫ്. ബട്ട് ഐ എം നോട്ട് ഷോയിങ് ഇറ്റ്, ഐ ഡോണ്ട് വാണ്ട് ടു ഡു ഇറ്റ്. കറൻറ്റ് ഗേൾ ഫ്രണ്ടിനെ ഇതാക്കുന്ന പോലെ ആവും. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇറ്റ്സ് ഓൾ കണക്റ്റഡ്, നിങ്ങൾക്കറിയത്തില്ല. സോ അത്രേ ഉള്ളൂ. ഐ എം എൻഡിങ് ദിസ് ടോപ്പിക്. ഇനി എന്തെങ്കിലും എൻ്റെ നേർക്ക് വന്നാൽ അപ്പം ഇതാക്കാം. ബൈ. സോ യാ.